ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ തിയറി ഓഫ് ഇക്വേഷൻസ് ആൻഡ് അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ തിയറി ഓഫ് ഇക്വേഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ചാപ്റ്ററിൻ്റെ സെക്ഷൻ പോളിനോമിയൽ ഫങ്ഷൻസ് ഇൻ വൺ വേരിയബിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പോളിനോമിയൽ ഫങ്ഷൻസ്, അതുപോലെ അതിൻ്റെ ആൾജിബ്രൈക് ഇക്വേഷൻസ്, റൂട്ട്, ലിമിറ്റ്സ്, അതുപോലെ തന്നെ റാഷണൽ റൂട്ട്സ്, ക്യൂബിക് ഇക്വേഷൻസ്, ബൈക്വാഡ്രേറ്റ് ഇക്വേഷൻസ്, അതുപോലെ തന്നെ സിമ്മട്രിക് ഫങ്ഷൻസ്, സർട്ടൺ റൂൾസ് യൂസ് ചെയ്തിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് പോളിനോമിയൽ ഡിവിഷനാണ്. അപ്പോൾ പോളിനോമിയൽ ഡിവിഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ കേസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് രണ്ട് പോളിനോമിയൽസ് വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു നോക്കാം. അപ്പോൾ എന്താണ് പോളിനോമിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ്, അതായത് രണ്ട് പോളിനോമിയൽസ് എടുക്കുക. അപ്പം ഞാൻ എടുത്ത രണ്ട് പോളിനോമിയലാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് 2x പ്ലസ് 3 ആൻഡ് ജി ഓഫ് എക്സ് എക്സ് ക്യൂബ് പ്ലസ് 2x² പ്ലസ് 1 ആണ്. അപ്പം നമുക്ക് ഈ രണ്ട് പോളിനോമിയലും തമ്മിൽ ഡിവിഷൻ നടത്തണം. അതായത് വി വാണ്ട് ടു ഡിവൈഡ് ദീസ് ടു പോളിനോമിയൽ, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും, എഫ് ഓഫ് എക്സിന് ജി ഓഫ് എക്സിൽ നിന്ന് മൈനസ് ചെയ്യണം അല്ലേ. അതായത് ഇത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി നോക്കൂ, എന്താണ് 5 ആണ്. ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയോ 3 ആണ് അല്ലേ. അപ്പം ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയും കൂടെ നമുക്ക് 3ലേക്ക് മാറ്റാൻ ഒരു x² കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് എന്താ, C0, കോഎഫിഷ്യൻ്റ് 1 ആണ്. സോ നമുക്ക് പുതിയൊരു പോളിനോമിയൽ കിട്ടി. അതാണ് എന്തെന്ന് പറയുന്നത്, f1 ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് റേസ് ടു 4 മൈനസ് x² പ്ലസ് 2x പ്ലസ് 1. ഇത് 2x പ്ലസ് 1 എന്നാണ് കേട്ടോ. ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. അതായത് ഈ ചെയ്തതിനെ നമ്മൾ ജനറലായിട്ട് എങ്ങനെ പറയാം, എഫ് ഓഫ് എക്സ് മൈനസ് C0 ഇൻറ്റു എക്സ് റേസ് ടു ഏറ്റവും ലീഡിങ് പവർ എന്ന് പറയുന്നത് 5 ആണ്. 5 മൈനസ് 3 ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പുതിയ പോളിനോമിയൽ കിട്ടി. അതാണ് f1 ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, എന്നിട്ട് അതിൻ്റെ ഡിഗ്രി നോക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രീനേക്കാൾ വലുതാണല്ലോ ഇവിടുത്തെ എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. സോ ഈ പ്രോസസ്സ് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ആ നേരത്തെ കിട്ടിയ f1 ഓഫ് എക്സ് മൈനസ് സം ഫംഗ്ഷൻ ഇൻറ്റു ജി ഓഫ് എക്സ്. കാരണം ഇവിടെ ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രി സ്റ്റിൽ എന്ത് തന്നെയാണ്, 3 ആണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് 4ലേക്ക് മാറ്റണമെങ്കിൽ ഒരു എക്സ് കൊണ്ട് മൈനസ് എക്സ് റേസ് ടു 4 ആക്കാൻ ഒരു മൈനസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്കൊരു പുതിയ പോളിനോമിയൽ കിട്ടും. 2x³ മൈനസ് x² പ്ലസ് 3x പ്ലസ് 3 ആയിരിക്കും ഇത്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഡിഗ്രി 3യും C1 എന്ന് പറയുന്നത് ഇവിടെ -1 ആണ് അല്ലേ. അപ്പോൾ അതായത് നമ്മൾ ഈ ചെയ്ത കാര്യത്തിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ f1 ഓഫ് എക്സ് മൈനസ് C1 ഇൻറ്റു എക്സ് റേസ് ടു 4 മൈനസ് 3 ജി ഓഫ് എക്സ് ഈക്വൽ ടു f2 ഓഫ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇവിടെയും നോക്കൂ, ഇവിടെയും നമുക്ക് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വലുതാണ് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സിനേക്കാൾ. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രോസസ്സ് എഗെയിൻ കമ്പ്യൂട്ട് ചെയ്യണം. നമുക്ക് കിട്ടിയ f2 ഓഫ് എക്സ് എഴുതാം മൈനസ് ജി ഓഫ് എക്സ് സം ഫംഗ്ഷൻ ഇൻറ്റു ജി ഓഫ് എക്സ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഇവിടെ നോക്കൂ, ഇവിടെ രണ്ടിൻ്റെയും ഡിഗ്രി എന്ത് തന്നെയാണ്, f2 ഓഫ് എക്സിൻ്റെ ഡിഗ്രിയും ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയും സെയിം ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ് C2, അത് 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പുതിയൊരു പോളിനോമിയൽ കിട്ടി. -5x² പ്ലസ് 3x പ്ലസ് 1 ആണ് നമ്മളുടെ പുതിയ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് അതിനെ ജനറലായിട്ട് f2 ഓഫ് എക്സ് മൈനസ് C2 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 3 ജി ഓഫ് എക്സ് ഈക്വൽ ടു f3 ഓഫ് എക്സ് കിട്ടി അല്ലേ. അതായത് ഇവിടെ ഇപ്പോൾ f3യുടെ ഡിഗ്രിയും f2ൻ്റെ ഡിഗ്രിയും എന്തായി, സ്റ്റിൽ ഈക്വൽ ആയി അല്ലേ. ലെസ് എന്ന് പറയേണ്ട, നമുക്ക് എന്തെന്നും പറയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നതായിരിക്കും ശരി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി വന്നു. സോ നമുക്ക് ഈ പ്രോസസ്സ് എന്ത് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇനിയുള്ള എയിം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഈ f1 ഓഫ് എക്സും f2 ഓഫ് എക്സും f3 ഓഫ് എക്സിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യണം. അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 3 ഇക്വേഷൻസിനെയും തമ്മിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതിയാവും. സോ നിങ്ങൾ ഈ 3 ഇക്വേഷൻസ് ഞാനിവിടെ ആഡ് ചെയ്ത് എഴുതി ഒറ്റയടിക്ക് ആൻസറിലേക്ക് എത്തിയതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട്ബുക്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് 2x പ്ലസ് 3 മൈനസ് x² മൈനസ് x പ്ലസ് 2. ഇത് എവിടുന്നാണ് വന്നത്, ഇത് നിങ്ങൾക്ക് മേലെ നോക്കി അറിയാം. ഇക്വേഷൻ നമ്പർ 1 ഒരു -x² ഉണ്ട്. അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 2
2-ൽ ഒരു മൈനസ് എക്സ് ഉണ്ട്, പിന്നെ ഇക്വേഷൻ നമ്പർ 3-ൽ ഒരു -2 ഉണ്ട് അല്ലേ. ഇതെല്ലാം കൂടിയാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, x² മൈനസ് എക്സ് പ്ലസ് 2 വന്ന് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും, -5x² പ്ലസ് 3x പ്ലസ് 1 എന്ന് കിട്ടും. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താണ്, ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, x⁵ പ്ലസ് x⁴ പ്ലസ് 2x പ്ലസ് 3 മൈനസ് ഇത് ഈക്വൽ ടു ഇങ്ങനെ വരും അല്ലേ. ഇനി ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ x⁵ പ്ലസ് x⁴ പ്ലസ് 2x പ്ലസ് 3 ഈക്വൽ ടു x² മൈനസ് എക്സ് പ്ലസ് 2 ഇൻറ്റു x³ പ്ലസ് 2x² പ്ലസ് 1 പ്ലസ് ഈ ടേം കിട്ടും അല്ലേ. അപ്പോൾ അതായത് ഇത് നമ്മുടെ f ഓഫ് എക്സ് തന്നെയല്ലേ, ഇത് നമ്മുടെ എന്തുമായിരുന്നു അത് ജി ഓഫ് എക്സും ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പുതിയതായി കിട്ടിയ 2 സാധനങ്ങളാണ്. അപ്പോൾ ഇതിന് ഞാനൊരു ക്യൂ ഓഫ് എക്സ് എന്നും ഈ കിട്ടിയിരിക്കുന്ന സാധനത്തിന് ഞാൻ ആർ ഓഫ് എക്സ് എന്നും എഴുതി. അതായത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്, കോഷ്യൻ്റ് എന്ന് പറയുന്നത് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു x² മൈനസ് എക്സ് പ്ലസ് 2ഉം റിമൈൻഡർ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 5x² പ്ലസ് 3x പ്ലസ് 1ഉമാണ്. ഈ റിമൈൻഡർ തന്നെയാണ് f3 ഓഫ് എക്സ് ആയിട്ട് നമുക്ക് നേരത്തെ മുന്നത്തെ സ്റ്റെപ്പിൽ കിട്ടിയതും. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്താന്ന് പറയാം, ഡിവിഷൻ, പോളിനോമിയൽ ഡിവിഷൻ എന്ന് പറയാം. ഇനി ഈ പോളിനോമിയൽ ഡിവിഷനെ തന്നെ നമുക്ക് ജനറൽ കേസിൽ പറയാൻ പറ്റും. ആ ജനറൽ കേസാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ.